മൈഡിയേഴ്സ്, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിന്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്ലാസ് നോക്കുക, രണ്ടാമത്തെ സെറ്റിലേക്ക് ഞാൻ വരികയാട്ടാ. ഇന്നത്തെ ക്ലാസ് നമുക്ക് പൊരിക്കണം, തകർക്കണം. നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കാം നല്ല പോലെ. കഴിഞ്ഞ ക്ലാസ് ഞാൻ ഏതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആറ്റത്തെ കുറിച്ച് പറഞ്ഞു, ആറ്റത്തിന്റെ ഘടനയെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇന്ന് ഞാൻ പറയാൻ പോണത് എന്താ ആലോചിക്കാം. ഇന്ന് പറയാൻ പോണത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോൺ വിന്യാസം. നമ്മുടെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പേര് തന്നെ എന്താ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അല്ലേ? അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോണത് എന്താ? ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കെ ഷെല്ലില് 2 ഇലക്ട്രോൺ, എല്ലില് 8. പഠിച്ചിട്ടില്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ട്? ഓക്കെ, പഠിച്ചിട്ടില്ലേ? ഓക്കെ. എമ്മിൽ പഠിക്കാത്തവരെന്ന് പഠിക്കണം കേട്ടോ. എമ്മിൽ എത്രയാ? 18. എന്നിൽ എത്രയാ? 32. ഓക്കെ, ഇനി ഇതെങ്ങനെയാ ഷെല്ലുകളിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. റെഡി? ആദ്യത്തെ ആറ്റം ഹൈഡ്രജൻ. എല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ എത്രയാണ്? എത്ര ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ അറിയാം? 1 അല്ലേ? നമ്മൾ കഴിഞ്ഞ പഠിച്ചിട്ടുണ്ട്, 9 പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇല്ലേ? ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ എങ്ങനെ നോക്കുക? ഞാനൊരു ചിത്രം ഒന്ന് വരയ്ക്കാട്ടോ. അപ്പൊ നോക്കുക, ന്യൂക്ലിയസ്. ഇത് ന്യൂക്ലിയസാ, ഇത് ഹൈഡ്രജന്റെ ന്യൂക്ലിയസാ. അപ്പൊ നോക്കൂ, അതിന് ചുറ്റും ഒന്നാമത്തെ ഷെല്ല് കെ ഷെൽ. ഇത് കെ ഷെല്ലാട്ടാ. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും ഹൈഡ്രജനില്? അറ്റോമിക് നമ്പർ 1 വെച്ചാൽ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാ? 1 അല്ലേ? പഠിച്ചിട്ടില്ലേ അത് എല്ലാരും? ഇവിടെ നോക്കുക. അപ്പൊ ഞാൻ നോക്കിയാ ഒരു ഇലക്ട്രോൺ മാർക്ക് ചെയ്ത് കണ്ടോ? യെസ്. അപ്പൊ ഞാൻ എന്താ എഴുതി ഇവിടെ? 1. ഇത് കെ ഷെല്ലാ. കെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, കാരണം 1 അല്ലല്ലോ. ഓക്കെ അല്ലേ? അടുത്ത ഹീലിയം. എല്ലാരും എഴുതിക്കോളൂ. ഹീലിയം അറ്റോമിക് നമ്പർ 2 ആണ്. എല്ലാരും എഴുതി ഉത്തരം. ഞാൻ പറഞ്ഞ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണെ കൊള്ളുന്ന പറഞ്ഞ? കെ ഷെല്ലിൽ ഞാൻ നേരത്തെ പറഞ്ഞു കെയില് 2, എല്ലില് എത്രയാ? 8 അല്ലേ? എമ്മിൽ എത്രയാ? 18. ഓക്കെ, ഉറക്കെ പറയടാ, ഉറക്കെ പറയേ. എത്രയാ? 32. ഓക്കെ, മടി വിചാരിക്കരുത്, ഉറക്കെ പറയാ, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, റെഡി? അപ്പൊ നോക്കാം, ഹീലിയത്തിന് എത്രയാ? 2 അല്ലേ? ആണോ? 2. നോക്കുക, ഇത് ഹീലിയം വിചാരിക്കട്ടാ. ഇത് ഞാൻ വരയ്ക്കേണ്ട ഇവിടെ. നോക്കി, ഹീലിയം. കെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണെ കൊള്ളുന്ന പറഞ്ഞാൽ 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ എന്ന് പറയാം 1 മുതൽ 2 വരെ. അതതിന്റെ അർത്ഥം കേട്ടാ. 1 ഇലക്ട്രോൺ എന്ന് പറയാം 2 ഇലക്ട്രോൺ വരെ. നോക്കുക, അപ്പൊ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ നിറച്ചു? നോക്കി, 2 ഇലക്ട്രോൺ നിറഞ്ഞു കണ്ടാ. അപ്പൊ നോക്കുക, അപ്പൊ ഞാൻ എന്ത് ഹീലിയത്തിന് ഇവിടെ എന്ത്? 2. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും നല്ലപോലെ മനസ്സിലാവുന്നില്ലേ? നോക്കുക, അപ്പൊ നോക്കുക, എന്ത് പറഞ്ഞു? ഹീലിയത്തിന് എത്ര ഇലക്ട്രോണ്? 2 ഇലക്ട്രോൺ. ഓക്കെ ആണ്. അടുത്ത് നോക്കുക, അടുത്ത ആറ്റത്തിന്റെ പേരെന്താ പറഞ്ഞോ? ഏതാ? ലിഥിയം. യെസ്, റൈറ്റ്. ലിഥിയത്തെ അറ്റോമിക് നമ്പർ എത്രയാ? 3 ആണോ? യെസ് അല്ലേ? 3 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നോക്കിയേ, കെയില് ഞാൻ പറഞ്ഞു 2 ഇലക്ട്രോണെ കൊള്ളുള്ളൂ. ബാക്കി എത്ര ഇലക്ട്രോണാ? കെ നിറഞ്ഞു. ഈ ബാക്കി ഒരു ഇലക്ട്രോൺ അല്ലേ? അടുത്ത അങ്ങോട്ട് പോവും. ഇങ്ങോട്ട് കുജാര അടുത്തേക്ക് ചാടി കണ്ടാ. യെസ്, കെയിലേക്ക് പോയി. ഇപ്പൊ 2,1 എല്ലിലേക്കാ പോയി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത് നോക്കാം. അടുത്തേതാ? അടുത്ത് പറയൂ. ബെർലിയം. ഓക്കെ, ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര? 4. ബെർലിയം എന്ന് കേട്ടിട്ടില്ലേ നമ്മള്? ഓക്കെ, ബെർലിയം അറ്റോമിക് നമ്പർ 4 അല്ലേ? കെയില് ഞാൻ പറഞ്ഞു 2 ഇലക്ട്രോണെ കൊള്ളുള്ളൂ അല്ലേ? 2, നോക്കുക, ഞാൻ അത് ബെർലിയ. നോക്കുക, അത് മാറ്റിട്ടാ. നോക്കിയേ, ഇത് മാറ്റിട്ട് ഞാൻ എന്ത് ചെയ്തു? ബെർലിയത്തിന് എഴുതാട്ടാ. ഓക്കെ, ന്യൂക്ലിയസ് ഒന്ന് മാറ്റി പിടിക്കണ്ടാ. ഓക്കെ, റെഡി? കണ്ട? നോക്കിയാ, ബെർലിയം. ഇത് ഞാൻ എഴുതാണ് ബെർലിയം കേട്ടാ. ബെർലിയം. നോക്കിയാ, കെയില് 2 കൊള്ളൂ. അടുത്ത എല്ലിൽ എത്ര ഇലക്ട്രോൺ വരെ കൊള്ളുന്ന ഞാൻ പറഞ്ഞേ? എല്ലിന് എത്ര ഇലക്ട്രോൺ വരെ കൊള്ളുന്ന പറഞ്ഞേ? എത്രയാ? 8 അല്ലേ? റെഡി? 8 തന്നെ. പക്ഷെ ഇവിടെ എത്ര ഉള്ളൂ? 2 ബാക്കി. നോക്കി, മൊത്തം 4. 2 കെയില് പോയി. ബാക്കി എത്ര ഉണ്ട്? 2 അല്ലേ? അപ്പൊ ഞാൻ ചെയ്തു 2 കെയില് എല്ലിലിട്ടു. കണ്ടാ? എല്ലിൽ 2. ഓക്കെ, ഇനി ബാക്കി നമുക്കൊന്ന് എഴുതി നോക്കല്ലേ? അപ്പൊ നിങ്ങളും ഞാനും കൂടിയിട്ട് എഴുതാൻ പോകണ്ട. ഞാൻ ഓരോ എലമെന്റിന്റെ പേര് എഴുതും, അറ്റോമിക് നമ്പർ എഴുതും. ഓക്കെ, നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പൊ ഞാൻ അറ്റോമിക് നമ്പർ എഴുതും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനോടൊപ്പം തന്നെ എന്തെഴുതണം? ഓരോന്നിന്റെയും ഷെൽ കോൺഫിഗറേഷൻ. എന്താ പേര്? ഷെൽ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവരും ഷെൽ കോൺഫിഗറേഷൻ എല്ലാവരും എഴുതണം. ഓക്കെ, ക്ലിയർ? ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ പോകട്ടെ. ഓക്കെ, അടുത്ത് നോക്കാം. ബോറോൺ അറ്റോമിക് നമ്പർ 5. എല്ലാരും എഴുതിക്കോളൂ. റെഡി തന്നെ? അതന്നെ. കെയില് 2. പറയടാ, ഉറക്കെ പറയും. എന്താ? 2,3 2,3. ഞാൻ പറഞ്ഞിട്ട് എല്ലില് 8 വരെ കൊള്ളൂ അല്ലേ? 8 ഇലക്ട്രോൺ വരെ കൊള്ളും. അപ്പൊ നമുക്ക് ഇതൊക്കെ മായ്ക്കാം അല്ലേ? ഓക്കെ, ഇതൊക്കെ ഞാൻ മായ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, റെഡി? ഇനി എല്ലാവർക്കും ഇതിന്റെ ആവശ്യമില്ല. ഉണ്ടാ? അടുത്ത് നോക്കാം, കാർബൺ.
കാർബൺ ആറ്റോമിക് നമ്പർ എത്രയാ? അറിയോ കാർബൺ ആറ്റോമിക് നമ്പർ എത്രയാണ് എന്ന് പഠിക്കണ സാധനമായിട്ടത്. എന്താ കാർബൺ ആറ്റോമിക് നമ്പർ? കാർബൺ ആറ്റോമിക് നമ്പർ എപ്പോഴും നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. കാർബൺ ആറ്റോമിക് നമ്പർ എത്ര? 6 ആണ്, 6 അല്ലേ? അപ്പൊ കേല് 2, ബാക്കി എത്രയാ? ബാക്കി 4 അല്ലേ? 2, 4, 6 അല്ലേ? യെസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലിൽ 8 വരെ കൊള്ളും അല്ലേ? 8 എന്ന് പറഞ്ഞാൽ എന്താ? 1 മുതൽ 8 വരെ, അല്ലാതെ നോക്കുക 1 മുതൽ 8 വരെ കൊള്ളും. ഓക്കെ, 8 കൊള്ളുന്നവനെ 8 വരെ കൊള്ളും, 1 മുതൽ 8 വരെ കൊള്ളും. ഓക്കെ, അടുത്ത ആരാ? നൈട്രജൻ. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 അറിയില്ലേ? ഓക്കെ, പഠിക്കണം കേട്ടോ. ഒന്നാമത്തെ ഹൈഡ്രജൻ, രണ്ടാമത്തെ ഹീലിയം, മൂന്നാമത്തെ ലിഥിയം, നാലാമത്തെ ബെർലിയം, അഞ്ചാമത്തെ ബോറോൺ, ആറാമത്തെ കാർബൺ, ഏഴാമത്തെ നൈട്രജൻ. നോക്കിയാ ഞാൻ എഴുതി 2. ബാക്കി എത്ര? 7 അല്ലേ? 7 നോക്കി 2 പോയി ബാക്കി എത്ര? 7 2 പോയി 5 അല്ലേ? പറഞ്ഞോ 5 അല്ലേ? കറക്റ്റ് അല്ലേ? യെസ് അല്ലേ? ഇനി കൂട്ടാനും ഞാൻ പഠിപ്പിക്കണം. ഓക്കെ, അപ്പൊ നോക്കി അടുത്ത ഓക്സിജൻ അറ്റോമിക് നമ്പർ 8. ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, ആദ്യത്തെ കേൽ എത്ര? 2 ഇലക്ട്രോൺ. സെറ്റ് ആണോ? ബാക്കി എത്രയാ? ബാക്കി 8 2 പോയി എത്ര ഇടൂ? ബാക്കി 6 അല്ലേ? പറയടാ, ഉറക്കെ പറഞ്ഞോ. അതന്നെ, എന്താ ചിരിക്കണത്? അതന്നെ കറക്റ്റ്. അടുത്ത് നോക്കിയാ ഫ്ലോറിൻ അറ്റോമിക് നമ്പർ 9. ക്ലിയർ അല്ലേ? നോക്കിയാ 2 പോയി, കേല് 2 ഇലക്ട്രോൺ പോയി. ബാക്കി എത്രയാ? ബാക്കി 2 7 9. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ എല്ലിൽ എത്ര ഇലക്ട്രോൺ വരെ കൊള്ളുന്ന പറഞ്ഞേ? 8 അല്ലേ? 1 മുതൽ 8 വരെ. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തേക്ക് പോട്ടെ, ഞാൻ അടുത്ത എഴുതാൻ പോവാ. അടുത്ത ആരാ? നിയോൺ അറ്റോമിക് നമ്പർ 10. 2 കേല് 2 ഇലക്ട്രോൺ. ബാക്കി ഇങ്ങോട്ട് പോയി, എല്ലിലേക്ക് പോയി അല്ലേ? യെസ്, എല്ലാരും എഴുതിയെടുക്കുന്നില്ലേ? ഓക്കെ, ഒപ്പം എഴുതിയെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടാത്ത വെച്ചാൽ പറയണം കേട്ടോ. അടുത്ത ആരാ? അടുത്താണ് നമ്മുടെ സ്വന്തം സോഡിയം. സോഡിയം നമുക്ക് എങ്ങനെ എഴുതാം? നോക്കാം. ഒന്നാമത്തെ കേശല്ലേ? 2 പോയി. ബാക്കി എത്ര? ബാക്കിന്റെ 9. എല്ലിൽ എത്ര കൊള്ളുക? എല്ലിൽ ഞാൻ നേരത്തെ പറഞ്ഞു എത്ര കൊള്ളും? 8. അപ്പൊ 2 8 10 ബാക്കി 1 ബാക്കി. അതെങ്ങോട്ട് പോയി? എമ്മിലേക്ക് പോയി. കണ്ടോ? 2,8,1. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? എല്ലാം കിട്ടുന്നില്ലേ? വളരെ ഈസി അല്ലേ? നന്നായി ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമുക്കിതില് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. ഇത് പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. വലിയ വലിയ ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടാ. അപ്പോ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ നന്നായിട്ട് അറിയണം നമുക്ക്. ഓക്കെ, അടുത്ത ആരാ? മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് ഇത് ഒന്നാമത്തെ കേശല്ലിൽ എത്രയാ? പറഞ്ഞോ, കേശല്ലിൽ എത്ര? 2 കൊള്ളും. ബാക്കി എത്ര ഉണ്ട്? ഓക്കെ, 10 ബാക്കിയുണ്ട്. അപ്പൊ എങ്ങോട്ട് പോവും? എല്ലിലേക്ക് പോയി, എൽ ഷെല്ലിലേക്ക് പോയി. ഇപ്പൊ 8 അവിടെ പോയി. 2 8 10 നോക്കുക. ഇനി ബാക്കി എത്ര ഉണ്ട്? ഇനി ബാക്കി 2 അല്ലേ? അതെങ്ങടാ പോവുക? എമ്മിലേക്കല്ലേ പോവുക അല്ലേ? പറഞ്ഞോ അല്ലേ? എമ്മിലേക്ക് പോയി. യെസ്, 2 അവിടെ പോയി. നോക്കുക, 2,8,2. എമ്മിലെത്ര ഇലക്ട്രോണെ കൊള്ളുന്ന ഞാൻ പറഞ്ഞു? 18 അല്ലേ? 18 ഇലക്ട്രോൺ വരെ കൊള്ളും. വലിയ ഷെല്ലാണ് എം ഷെല്ല് അല്ലേ? ഓക്കെ, അടുത്ത ഞാൻ പറഞ്ഞു. നോക്കുക, ശ്രദ്ധിച്ചോ. നോക്കുക, അടുത്ത ആരാ? അലുമിനിയം. പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും. അലുമിനിയം അറ്റോമിക് നമ്പർ 13 അല്ലെ? അറ്റോമിക് നമ്പർ 13 ഇതാ അലുമിനിയം. നോക്കുക, ഓരോന്നിന്റെയും അറ്റോമിക് നമ്പർ നമുക്ക് ഓർമ്മ ഉണ്ടായി. മിനിമം ഒരു 10 30 ഒക്കെ നമുക്ക് അറിയണം. ഓക്കെ, ഇത് പഠിക്കാനുള്ള ഷോർട്ട് കട്ട് ഞാൻ പീരിയോഡിക് ടേബിൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരാട്ടാ. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിന്റെ ഒരു 30 പേരൊന്ന് ഓർത്ത് വെക്കുക. നോക്കാം. അലുമിനിയം 13. ഞാൻ പറഞ്ഞു കേല് 2 ഇലക്ട്രോൺ. ബാക്കി എത്രയ്ക്ക് പോവും? നോക്കിയാ ബാക്കി. നോക്കുക, എത്ര ഉണ്ട് ബാക്കി? 2 പോയാ ബാക്കി എത്രയാ? 11 അല്ലേ? നോക്കുക, അടുത്ത നോക്കിയാ എല്ലിൽ എത്രയാ? 8 അല്ലേ? ആണോ? ബാക്കി എത്ര ഉണ്ട്? 3 അല്ലേ? യെസ്, ദാ പോയി. കണ്ടോ? ദേ പോയി, ദാ വന്നു. നോക്കുക, എമ്മിലേക്ക് എത്ര പോയി? 3 അല്ലേ? റെഡി? അടുത്ത ആരാ? സിലിക്കൺ അറ്റോമിക് നമ്പർ 14. പറഞ്ഞോ? 14 കേട്ടിട്ടില്ലേ? സിലിക്കൺ പഠിച്ചിട്ടില്ലേ? സിലിക്കനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഓക്കെ, 14 അറ്റോമിക് നമ്പർ ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? ഓ, ഇപ്പൊ പഠിക്കേട്ടോ. അറ്റോമിക് നമ്പർ എത്രയാ? 14 14. അപ്പൊ ഞാൻ എന്താ എഴുതി? 2,8, ബാക്കി എത്രയാ? 4 അല്ലേ? യെസ്, ഓക്കെ അല്ലേ? എല്ലാവരും എഴുതിണ്ടാവും അല്ലേ? നോക്കാം, സിലിക്കൺ എഴുതി. അടുത്ത് നോക്കുക, അടുത്ത ആളാണ് നമ്മുടെ ഫോസ്ഫറസ്. എല്ലാരും കേട്ടിട്ടുണ്ടോ ഫോസ്ഫറസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? രാത്രിയിലേ നമ്മുടെ ഈ ശ്മശാനത്തിന്റെ അകത്ത് കൂടെ പോകുമ്പോ പണ്ട് ആൾക്കാർ പറയും പ്രേതണ്ട്. എന്താ കാര്യം എന്നറിയോ? നമ്മുടെ എല്ലിന്റെ മുകളിലേ, എല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഫോസ്ഫറസ് ഉണ്ട്. അത് അന്തരീക്ഷത്തിലെ വായുമായി കത്തുമ്പോൾ തീ ഉണ്ടാവും.
അന്തരീക്ഷ വായുവായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? തീ ഉണ്ടാവും. ആ ഫോസ്ഫറസ് അല്ലാതെ പ്രേതൊന്നല്ല. എന്താ നമ്മൾ വരിക? ഫോസ്ഫറസ്. നമ്മുടെ എല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഫോസ്ഫറസ് ഉണ്ട് അല്ലേ? അപ്പൊ നോക്കാം. ഫോസ്ഫറസ് കണ്ടില്ലേ? ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ എത്ര? 15. ഫോസ്ഫറസ് 2 തരത്തിലുണ്ട് കേട്ടോ. വൈറ്റ് ഫോസ്ഫറസ് ഉണ്ട്, റെഡ് ഫോസ്ഫറസ് ഉണ്ട്, ബ്ലാക്ക് ഫോസ്ഫറസ് ഉണ്ട്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, അപ്പൊ നോക്കാം. ഞാൻ എഴുതി 2,8,5. അല്ലേ? ഓക്കെ അല്ലേ? ഫോസ്ഫറസിന്റെ എത്രയാ? 2,8,5. കാരണം എന്താ? എമ്മിൽ ഞാൻ പറഞ്ഞു 18 വരെ കൊള്ളും. ഓക്കെ അല്ലേ? നോക്കുക, അടുത്ത എഴുതല്ലേ നമുക്ക്. അടുത്ത് നമുക്ക് ഒരുമിച്ച് എഴുതാം കേട്ടോ. നോക്കോളൂ. അടുത്ത ആളെ നമുക്ക് എഴുതാം. അടുത്ത ആളാരാ? ഫോസ്ഫറസ് കഴിഞ്ഞ ആളാരാ? സൾഫർ 16. ഒന്ന് എഴുതി എല്ലാവരും. നിങ്ങളൊന്ന് എഴുതിയേ. ഞാൻ മാത്രമാണല്ലോ ഒക്കെ എഴുതാം. നിങ്ങളും കൂടി ഒന്ന് എഴുതിയേ. ഓക്കെ, റെഡി? നമുക്ക് ഒരുമിച്ച് എഴുതാം. ഓക്കെ, ഏതാ? കേല് എത്രയാ? കേല് 2 ഇലക്ട്രോൺ. യെസ്, റെഡി അല്ലേ? അപ്പൊ അടുത്തൊക്കെ എല്ലിൽ എത്രയാ? നോക്കിയേ, എല്ലിൽ നോക്കിയേ 8 ഇലക്ട്രോൺ. ബാക്കി എത്ര ഉണ്ട്? 6 കൂടി ബാക്കിയുണ്ട് അല്ലേ? അപ്പൊ എമ്മിലേക്ക് പോയി. എമ്മിലേക്ക് പോയില്ലേ? അപ്പൊ എത്രയായി? എമ്മിൽ ബാക്കി 6 ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ? 2ഉം 8ഉം 10ഉം 6ഉം 16 ഇലക്ട്രോൺ അല്ലേ? അടുത്ത ആള് നോക്കിയ സൾഫർ കഴിഞ്ഞ അടുത്ത ആളാണ് ക്ലോറിൻ. 17 അല്ലേ? ക്ലോറിൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ നോക്കാം. കേരളത്തിൽ ഇലക്ട്രോണിനെ കൊള്ളും 2. മൊത്തം 17 അല്ലേ? രണ്ടാമത്തെ 8 അല്ലേ? 2 8ഉം 10. ബാക്കി എത്രയാ? 7 അല്ലേ? ആ 7 അങ്ങോട്ട് പോയി. നോക്കുക, കെ എൽ എമ്മിലേക്ക് പോയി. ഓക്കെ അല്ലേ എല്ലാവർക്കും? അടുത്ത് നോക്കാം. ആർഗൺ 18. ആഹാ, ഇത് പഠിക്കുമ്പോൾ ബോറടിക്കും ചിലപ്പോ ചെറുതായിട്ടാ. നോക്കുക, ശ്രദ്ധിച്ചോളാം. കെയിൽ എത്ര പോയി? 2. എൽ എത്ര പോയി? 8. അടുത്ത് നോക്കാം. നോക്കിയാ ബാക്കി 2ഉം 8ഉം 10ആയി. ഇനി എത്ര എണ്ണം? എമ്മില് എത്ര? ഞാൻ പറഞ്ഞു 18 ഇലക്ട്രോൺ വരെ കൊള്ളൂ അല്ലേ? ബാക്കി എമ്മിലേക്ക് എത്ര പോയി? 8 എണ്ണം പോയി. ക്ലിയർ ആയാ? സെറ്റ് അല്ലേ? ഇതുവരെ എല്ലാവർക്കും എഴുതാൻ അറിയണ്ടാവില്ലേ? എല്ലാവരും ഇതുവരെ എഴുതുക. സെറ്റാണോ? ഇനി എല്ലാവരും നോക്കി എഴുതിയെടുക്കട്ടോ. ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ അല്ലേ? റെഡി? അടുത്ത എഴുതി പോകാം നമുക്ക്. ആർഗൺ പറഞ്ഞു ഇല്ലേ? നമുക്ക് സൾഫർ കഴിഞ്ഞു, ക്ലോറിൻ കഴിഞ്ഞു, ആർഗൺ കഴിഞ്ഞു. അടുത്ത ആളാരാ? പൊട്ടാസ്യം 19. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു ട്വിസ്റ്റ്. എന്താ ട്വിസ്റ്റ്? എന്താ നോക്കട്ടാ, ശ്രദ്ധിക്കും. 19 ആകുമ്പോ കേല് നോക്കട്ടെ എല്ലാരും. കേല് 2 ഇലക്ട്രോൺ പോയി. ഓക്കെ, ഇനി ബാക്കി എത്രയാ? 17 ബാക്കി കിടക്കുക. 17 ബാക്കി ഉണ്ട് ഇനി. ഓക്കെ, രണ്ടാമത്തിൽ 8 പോയി. അപ്പൊ എത്ര? 8 പോയി വെച്ചാൽ ബാക്കി എത്ര? 11 ബാക്കി. ഓക്കെ, 2 8ഉം 10. ഇനി ബാക്കി എത്ര ഉണ്ട്? ബാക്കി എത്ര? 2 8ഉം 10 അല്ലേ? ഓക്കെ, 2 8ഉം 10 മൊത്തം 19 അല്ലേ? ബാക്കി എത്ര ഉണ്ടാവും? 2 8ഉം 10 പോയി വെച്ചാൽ ബാക്കി അടുത്ത എത്രയാ? എത്ര ഉണ്ടാവുക? നോക്കിയ 2,8,8. ഇപ്പൊ എത്രയായി ബാക്കി? നോക്കിയ ശരിക്കും നമ്മൾ എന്താ എഴുതുക? 2 8ഉം 10 10ഉം ബാക്കി എത്ര എഴുതാ? പറയൂ, ബാക്കി എത്ര എഴുതാ? മൊത്തം 19 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതും? 2ഉം 8ഉം 10. ഇത് കെ, ഇത് എല്ലിൽ 8, എമ്മിൽ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു 18 ഇലക്ട്രോൺ വരെ കൊള്ളുന്നല്ലേ പറഞ്ഞേ അല്ലേ? 2ഉം 8ഉം 10, 10ഉം 9ഉം 19. 9 എന്നല്ലേ എഴുതുക? ആണോ? 2,8,9 എന്നല്ലേ എഴുതുക അല്ലേ? ആ അതന്നെ. അല്ല, ഒരു തെറ്റുണ്ട് അവിടെ. നോക്കുക, ഈ 9നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ഈ 9 നോക്കുക, 18 ഇലക്ട്രോൺ അവിടെ കൊള്ളും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്ത് എഴുതണം എന്നറിയോ? സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെ എഴുതണം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക? 9നെ നമ്മൾ സ്പ്ലിറ്റ് 8ന്റെ രൂപത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാ എഴുതുക? 2,8,1. നോക്കുക, 8ഉം 1ഉം 9 അല്ലേ? അതായത് 8 എന്ന് പറഞ്ഞാൽ അഷ്ടകം അഥവാ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി എന്നാ പറയുക നമ്മള്. ഓക്കെ, എന്തായെന്ന് പറയുക? കെമിസ്ട്രിയിൽ ഒക്ടറ്റിന് വലിയ സ്വാധീനമുണ്ട്. കെമിസ്ട്രിയിലെ ഷെൽ കോൺഫിഗറേഷൻ ഒക്കെ എഴുതുമ്പോൾ ഒക്ടറ്റ് അഥവാ അഷ്ടകം. അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 അല്ലേ? നോക്കുക, ഇത് ഞാൻ എന്താക്കി എഴുതി? 9നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 8,1. 17 ഇലക്ട്രോൺ വരെ അങ്ങനെ തന്നെ എഴുതണം. 18 നമുക്ക് ഡയറക്റ്റ് 18 എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നൊക്കെ എഴുതി നോക്കാം. നോക്കുക, ഞാൻ ഒന്നുകൂടി പറയാം. പൊട്ടാസ്യം നോക്കുക, പൊട്ടാസ്യത്തിൽ എത്രയാ? ഒന്നുകൂടി മാച്ചിട്ട് എഴുതാട്ടോ. നോക്കുക, പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ആണ് അല്ലേ? പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ പോയി. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ പോയി. ബാക്കി 9 ഇലക്ട്രോൺ. 9നെ നമ്മൾ 8ന് നോക്കുക സ്പ്ലിറ്റ് ചെയ്തിട്ട് 8ന്റെ രൂപത്തിൽ എഴുതി. എങ്ങനെ എഴുതുക? എമ്മിൽ നോക്കുക 8,1. 8 ഒന്നും കൂട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാ? 9 അറിയാം അല്ലേ? 2 8ഉം 10 9ഉം 19. അതിനെ മാറ്റി എഴുതി എന്താ? 8,1 ആക്കി എഴുതി. ക്ലിയർ ആയോ? എല്ലാവർക്കും സെറ്റ് അല്ലേ? അടുത്താണ് കാൽസ്യം അറ്റോമിക് നമ്പർ 20. എല്ലാവരും എഴുതൂ.
എല്ലാവരും എഴുതിക്കോളൂ. എങ്ങനെ എഴുതുക? അതന്നെ 2. പറഞ്ഞോ, ഒന്നുകൂടി പറയേ. എത്രയാ? 2,8. ഇനിയാണ് പ്രശ്നം അല്ലേ? ഇനി ബാക്കി 2 8 10. ഇനി ബാക്കി എത്ര ഉണ്ട്? 10 ഉണ്ട് അല്ലേ? 10 നമ്മൾ എങ്ങനെ എഴുതുക? 10 നമ്മൾ എഴുതാൻ എങ്ങനെ? 2,8,8,2. ആ 8 നമ്മൾ സ്പ്ലിറ്റ് ആക്കി എഴുതി. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. അടുത്ത് എഴുതാൻ പോകട്ടോ. ഇനി നമ്മൾ അത്ര പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മൾ പരിചയപ്പെടാൻ പോവാം. ഏതാ? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞ ഭാഗം. ഓക്കെ, ഡി ബ്ലോക്കിലെ എലമെന്റ്സിനെ പഠിക്കാൻ പോവാണ്. നോക്കോ എല്ലാരും. സ്കാൻഡിയം 21 കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ആദ്യമായിട്ട് കേൾക്കാവൂല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഞാൻ എഴുതാട്ടാ. 2,8, ഇവിടത്തെ 2 8 10. 10 21 അല്ലേ? 11 ബാക്കി. നമ്മളെന്ത് 8,3 ആക്കി എഴുതി. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. ടൈറ്റാനിയം 22 കണ്ടാ? നമ്മളെന്തെഴുതി? 2,8,8,4. സെറ്റ് അല്ലേ? അല്ലേ? അടുത്ത പേജിലേക്ക് എടുക്കട്ടെ. നോക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത് നോക്കുക. ടൈറ്റാനിയം കഴിഞ്ഞ അടുത്തതാ അറിയോ? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, അറ്റോം നമ്പർ 23 കണ്ടാ? 23 കണ്ടോ? ഇങ്ങനെ എഴുതാം. 2,8,8,5 കണ്ടോ? 8 5 കൂട്ടിയപ്പോ 13 അല്ലേ കിട്ടിയേ? അല്ലേ? അല്ലേ? നമ്മൾ പറഞ്ഞു 18 വരെ, അതായത് 17 വരെ ഒരേ ഓർഡർ. 17 കഴിഞ്ഞാൽ 18 ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, അടുത്ത് നോക്കാം. ക്രോമിയം അറ്റോമിക് നമ്പർ 24. റെഡി അല്ലേ? ക്രോമിയത്തിന് കേട്ടിട്ടില്ലേ? ക്രോമിയം അറ്റോമിക് നമ്പർ 24 ആട്ടാ. നോക്കാം. 2,8, നോക്കുക 8 5 13 നോക്കുക. 2 8 10, 14 ബാക്കി അല്ലേ? നോക്കുക 8, എത്ര വരിക? 6. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത എഴുതാണ് മാംഗനീസ് 25 കണ്ടാ? 25 കണ്ടില്ലേ? എന്താ എഴുതാം? 2,8,8,7. 8 7 15. ഞങ്ങനെ എന്താ നമ്പർ എഴുതുന്ന അറിയോ? 18 വരെ ആയി നോക്കാൻ വേണ്ടിട്ടാ. 17 ആയ 18 ആയി നമ്മൾ മാറ്റി അപ്പോൾ എഴുതണം. 17 കഴിഞ്ഞ് 18 ആയി കഴിഞ്ഞ് എന്താ എഴുതണം? 2,8,18 എന്ന് എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങനെ മുകളിൽ 15 14 13 ഒക്കെ എഴുതുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. അയൺ 26 കണ്ടാ? അയൺ നമുക്ക് കേട്ടിട്ടുണ്ടാവും. അയൺ ഇരുമ്പ് അല്ലേ? 2,8, നോക്കുക മൊത്തം 16. 8,8 അങ്ങനെ രസമുണ്ട് അല്ലേ കാണാൻ? അല്ലേ? 2 8 8 8ന്റെ കളിയാ അല്ലേ? 2,8,8,8. ഓക്കെ, അടുത്ത 2 കൂടി നമുക്ക് പറയാം. നോക്കാം. അടുത്താണ് കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27. ഇവിടെ ഇതാ 2,8 2 8 10. ബാക്കി എത്രയാ? ബാക്കി 17 ബാക്കി അല്ലേ? അപ്പൊ നമ്മൾ എന്തെഴുതി? 8, 8 8 16 1 17. നോക്കിയേ 17 ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കിയേ. 17 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കിയേ. 17 അല്ലേ? 8 8 16. ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും? ബോർഡിലേക്ക് നോക്കിയ 2 8 10, 10 8 18, 18 8 26 1 27 കണ്ടാ? 17 വരെ എഴുതി. നോക്കുക 18 ആയാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാറ്റി എഴുതണം അല്ലേ? നിക്കൽ അറ്റോമിക് നമ്പർ 28. നോക്കിയ 2,8, ഇനിങ്ങനെ സ്പ്ലിറ്റ് ആക്കി എഴുതേണ്ട ആവശ്യമില്ല. എന്തെഴുതാ? 18. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? നോക്കുക 17 വരെയാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. 18 ആയി എന്താ? നമ്മളങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എഴുതാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത 2 നമുക്ക് എഴുതി നോക്കാം. ഇതാ അടുത്ത കോപ്പർ അറ്റോമിക് നമ്പർ 29. നോക്കിയ 2,8, 18, 1. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എല്ലാവരും. അടുത്ത സിങ്ക് 30 കണ്ടോ? നോക്കുക 2,8, 18, 2. നോക്കുക മക്കളെ, നോക്കുക നമ്മളിപ്പോ പഠിച്ചെന്താ? ഷെൽ കോൺഫിഗറേഷനാ. ഓരോ ഷെല്ലിലും എങ്ങനെ ഇലക്ട്രോൺ എങ്ങനെ വരുന്നു എന്ന് മനസ്സിലായില്ല എല്ലാവർക്കും? എല്ലാവരും ഇത് 1 2 വട്ടം എഴുതി നോക്കുക. 1 2 വട്ടം എഴുതി കഴിഞ്ഞാൽ അത് പഠിക്കും. 1 2 പ്രാവശ്യം കേൾക്കുമ്പോൾ മനസ്സിലാവാൻ ആദ്യത്തിൽ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ വലിയ സംഭവം ചോദിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ എത്ര സിമ്പിൾ ആണെന്ന്? അപ്പോ എല്ലാവരും ഇത് 1 2 വട്ടം കാണുക. എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും പുലിക്കുട്ടികളല്ലേ? ഓക്കെ, ദെൻ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.